നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ശനിയുടെ രാശിമാറ്റം എല്ലാ രാശിക്കാരിലും പല രീതിയിലുള്ള ഫലങ്ങളാണ് നൽകുക. എന്നാൽ ചില രാശിക്കാരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും. ജീവിതം മറിയുക തന്നെ ചെയ്യും. അവരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധികളും തരണം ചെയ്ത്, സാമ്പത്തികപരമായ പ്രയാസങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് വന്നു ചേരാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. തിങ്കളാഴ്ച വിശേഷാൽ ശിവപൂജയുണ്ട്. ഈ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശി മിഥുനം രാശിയാണ്. മിഥുനം രാശിയിൽ ശനി രാശി മാറുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. മിഥുനം രാശിക്കാർക്ക് വളരെ കാലമായി അനുഭവിച്ചു കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ അതിന് അയവ് വരുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങളിലേക്ക് കടന്നു വരാം. വരുമാനത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വർധനവ് വന്നു ചേരുവാനുള്ള സാധ്യതയും തുലവും കൂടുതലാണ് എന്ന് നാം മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങളാണ് വന്നു ചേരുക. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നതാകുന്നു. തൊഴിൽപരമായി നിങ്ങൾക്ക് ജോലി മാറുക, അതല്ല നിങ്ങൾക്ക് ഉയർന്ന ജോലിയിൽ, അതല്ല തൊഴിൽ മേഖലയിൽ സന്തോഷകരമായ കാര്യങ്ങൾ, ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കുക, ഇത്തരം കാര്യങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം സ്ഥാനോന്നതി ലഭിക്കാവുന്നതാണ്. പുതിയ ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അത്തരം ജോലികൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ജോലിയോ അല്ലെങ്കിൽ താൽക്കാലികമായി ഒരു ജോലിയെങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയത്ത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. പുതിയ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നടപ്പിലാക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ബിസിനസ് ചെയ്യുന്നവർക്കും ഇത് അനുകൂലമായ സമയമാണ്. അവർക്കും ബിസിനസ് വിപുലീകരണം, അതേപോലെ തന്നെ അവർക്കും ബിസിനസ് വിപുലീകരണത്തിന് അനുകൂലമാണ് സമയം. ഈ സമയം മാനസികപരമായ പല ക്ലേശങ്ങളും ഒഴിഞ്ഞു പോകും. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും പരമശിവനെ പ്രാർത്ഥിക്കുവാൻ മറക്കാതിരിക്കുക. മറ്റൊരു രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയം തന്നെയാണ് ഇത്. മുന്നിൽ പല രീതിയിലുള്ള പ്രതിസന്ധികൾ നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ അത്തരം പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഈ സമയം വലിയ നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. ഈ സമയം ഇവരുടെ സുവർണ സമയമാണ് എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായി വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ബിസിനസ് ചെയ്യുന്നവർ, കച്ചവടം ചെയ്യുന്നവർക്കും അനുകൂലമാണ് സമയം. പുതിയ ചില കാര്യങ്ങൾ വാങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹിക്കുന്നതായ കാര്യങ്ങളോ വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. ഈ സമയം ഒരിക്കലും എടുത്തുചാടി നിങ്ങൾ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല. നന്നായി ആലോചിച്ച് തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോവുക. ഈ സമയം ഏത് കാര്യം ചെയ്താലും ഭാഗ്യം തുണയ്ക്കുന്നതായ അവസരങ്ങളുണ്ട്. മാനസികപരമായ ക്ലേശങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമായ ചില ചിന്തകൾ മനസ്സിലേക്ക് വരാം. അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് വന്ന് ഭവിക്കും. ഈ സമയം പരമശിവനെ ആരാധിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. തീർച്ചയായും ശിവകടാക്ഷത്താൽ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു രാശി കന്നിരാശിയാണ്. കന്നിരാശിക്കാരുടെ ജീവിതത്തിൽ ചില അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് ഇത് എന്ന് തന്നെ പറയാം. ഈ രാശിക്കാർക്ക് ഭാഗ്യം വന്നു ചേരുന്ന സമയം. അതിനാൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ പുരോഗതി നേടിയെടുക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും. ജോലി അന്വേഷിക്കുന്നവരാണ് എന്ന് വിചാരിക്കുക. അവർക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. കാരണം ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനോന്നതി ലഭിക്കുക, ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും കടന്നു വരിക,
ബിസിനസ് പരമായും അതേപോലെ തന്നെ കച്ചവടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ലാഭം വർദ്ധിക്കാം, ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കാം. അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. എന്നാൽ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഈ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കണം എന്നില്ല. അതിനാൽ തീർച്ചയായും ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ മാനസികപരമായ പ്രശ്നങ്ങളുണ്ട്, മനസ്സിനെ തളർത്തുന്നതായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുവാൻ, തരണം ചെയ്യുവാൻ സഹായകരമായ ചില കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളുണ്ട് എങ്കിൽ അത്തരം തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തടസ്സങ്ങൾ ഒഴിഞ്ഞ് ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കുന്നതായ അവസരമാണ് ഇത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അനുകൂലമാണ് ഈ സമയം. ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഉയർച്ച നേടുവാൻ സാധിക്കും. ഈ സമയം പരമശിവനെ ആരാധിക്കേണ്ടത് അനിവാര്യമാണ്. ശിവമന്ത്രങ്ങൾ നിത്യവും ജപിക്കുക. പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുന്നതും ഉത്തമമാണ് എന്ന കാര്യം ഓർക്കുക. മറ്റൊരു രാശി മകരം രാശിയാണ്. മകരം രാശിക്കാർക്ക് ശുഭകരമായ ഒരു സമയമാണ് ശനിയുടെ രാശിമാറ്റം മൂലം വന്നു ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കുടുംബ ബന്ധങ്ങൾ ഈ സമയം വളരെയധികം മികച്ചതായി മാറും, വളരെയധികം ദൃഢമായ ബന്ധമായി മാറും. പല തർക്കങ്ങളും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വളരെയധികം യാത്രകൾ ചെയ്യുവാൻ സാധിക്കും. അത് കുടുംബവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും സുഹൃത്തുക്കളുമായും യാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു. പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പങ്കാളിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാത്ത പിന്തുണ ലഭിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനോന്നതി, ശമ്പള വർധനവ്, അത്തരം കാര്യങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയം തന്നെയാണ്. ബിസിനസ് രംഗത്ത് നേട്ടങ്ങൾ, ധനപരമായ ഉയർച്ച, കൂടാതെ ഈ സമയം സ്വീകാര്യത വർദ്ധിക്കുക, അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് ശുഭകരമായ സമയമാകുന്നു. ഭാഗ്യം അനുകൂലമാകുന്ന സമയം. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ശ്രമിക്കുകയാണ് എങ്കിൽ നടക്കും എന്ന് തന്നെ പറയാം. ഈ സമയം തീർച്ചയായും നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും. എന്നാൽ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വിചാരിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ വന്ന് ചേരണം എന്നില്ല. നഷ്ടങ്ങൾ സംഭവിക്കാം. ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. ഏവരും സാക്ഷാൽ പരമശിവനെ ഈ സമയം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. ഈ സമയം തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. തീർച്ചയായും പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു.